എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോക്ക് ഷോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ ബന്ധങ്ങളും ബന്ധനങ്ങളെക്കുറിച്ചുമാണ്. പ്രധാനമായി നമുക്കറിയാം, പത്ര വാർത്തകളിൽ കൂടി നാം സ്ഥിരം ശ്രദ്ധിക്കുന്ന ഒന്നാണ്, ഭർത്താവ് വീട്ടിൽ ഭാര്യ തൂങ്ങി മരിച്ചു, അല്ലെങ്കിൽ ഭാര്യയും കുഞ്ഞുങ്ങളും ആത്മഹത്യ ചെയ്തു. ഇതിന് പല കാരണങ്ങളുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ, വിവാഹത്തിന് മുൻപ് കല്യാണം കഴിക്കുന്ന പെൺകുഞ്ഞും ആൺകുഞ്ഞും പരസ്പരം അവരുടെ കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വിവാഹം കഴിക്കേണ്ട സമയമായാൽ അവർ വിവാഹം കഴിക്കുന്ന പുരുഷനെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് ആ സ്ത്രീക്കുണ്ടായിരിക്കണം. ഒപ്പം ഒരു പുരുഷനും കല്യാണം കഴിക്കാൻ പോണ സ്ത്രീയെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം. അതിന് അനുസരണമായ രീതിയിലുള്ളൊരു സെലക്ഷനായിരിക്കണം വിവാഹത്തിൽ കലാശിക്കേണ്ടത്. അല്ലാതെ ബന്ധുക്കളുടെയോ മാട്രിമോണിയുടെയോ സുഹൃത്തുക്കളുടെയോ ഒക്കെ സമ്മർദ്ദത്തിൽ അവർ കൊള്ളാം ഇവർ കൊള്ളാം എന്നുള്ള ധാരണയിൽ ഒരിക്കലും ഒരു വിവാഹ ബന്ധത്തിൽ ഏർപ്പെടരുത്. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പരസ്പരം അറിയേണ്ട കാര്യങ്ങൾ വ്യക്തമായി അറിഞ്ഞ് വ്യക്തമായ തീരുമാനം എടുത്ത് തന്നെയാകും. ഉദാഹരണത്തിനൊരു ചെറിയ കാര്യം പറയും. ഇപ്പോൾ വിവാഹം ചെയ്യുന്ന 2 പേർക്കും ജോലി കാണും. ഇതിൽ ഒരു പക്ഷേ ഒരാളുടെ ജോലി നഷ്ടപ്പെടും. ഒരാളുടെ ജോലി നഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊരു ഈഗോയിസം തുടങ്ങിക്കൂടായികയില്ല. ഒരു പക്ഷേ ഭർത്താവിന് ജോലിപ്പോഴും ഭാര്യയ്ക്ക് ജോലിയുണ്ട്. ഭാര്യ ബുദ്ധിമുട്ടുകൾ സഹിച്ച് രാവിലത്തെ പണികളെല്ലാം തീർന്ന്, ഭർത്താവിന് ജോലി കാണില്ല, ഭർത്താവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്കുള്ള ഫുഡും ഒക്കെ ടേബിളിൽ നിർത്തി ഭാര്യ ധൃതി പിടിച്ച് പോകും. ഉച്ചയ്ക്ക് ആഹാരത്തിന് ടേബിളിൽ നിൽക്കുമ്പോൾ ഒരു പക്ഷേ അബദ്ധവശാൽ ഉപ്പ് കുറഞ്ഞിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടേസ്റ്റ് കുറഞ്ഞിരിക്കാം. അപ്പോൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, എനിക്ക് ജോലിയില്ല, എന്നെ ശരിക്കും ശ്രദ്ധിക്കുന്ന അങ്ങനെയുള്ളൊരു ചെറിയ ഒരിക്കലും അൺഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിൽ വരും. അതിനെയാണ് ഈഗോയിസം എന്ന് പറയുന്നത്. അത് ഉണ്ടാകാൻ പാടില്ല. ഈ ഒരു സാഹചര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാമെന്ന് മുൻകൂട്ടി നാം മനസ്സിലാക്കിയിരിക്കണം. രണ്ടാമത്, 2 കൂട്ടർക്കും ജോലി ഉള്ളപ്പോൾ അവിടെ ലാവിഷായിരിക്കും. ഒക്കെ ചിലവുകളും ഒക്കെ നല്ല ശമ്പളം കിട്ടും. പക്ഷേ ഒന്ന് തീരുമാനിക്കുക, നിങ്ങൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ മാസം മുതൽ തന്നെ നിങ്ങൾക്ക് 2 പേർക്കും കിട്ടുന്ന സാലറി കൊണ്ട് മൊത്തം ലാവിഷ് ലൈഫിനെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത്. മറിച്ച് ഒരാളുടെ ശമ്പളത്തിൽ ഒരു ഫാമിലിയെ മാനേജ് ചെയ്യാൻ പഠിക്കണം. ആ ഒരാളുടെ ശമ്പളത്തിൽ തന്നെ ആയിരിക്കേണ്ട എല്ലാ ചിലവുകളും നോക്കേണ്ട. അങ്ങനെ തന്നെ ധരിക്കുക, ഒരാൾക്ക് മാത്രമേ ജോലിയുള്ളൂ. കാരണം ആൾ ഓഫ് ദ സഡൻ ഒരാളുടെ ജോലി നഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ എക്സ്പെൻസ് ബാലൻസിങ് ചെയ്യാൻ ബുദ്ധിമുട്ടാകും. സോ ഒരാളുടെ എക്സ്പെൻസ് കൊണ്ട്, ശമ്പളം കൊണ്ട്, വരുമാനം കൊണ്ട് വീട്ടു ചിലവുകൾ നിർവഹിക്കുകയും മറ്റൊരാളുടെ തുക സേവ് ചെയ്യാനും സാധിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടാലും അറ്റ്ലീസ്റ്റ് മാനേജ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോഴും ഒരാൾക്ക് ശമ്പളം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അനായാസം നിങ്ങളുടെ ഫാമിലി കാര്യങ്ങൾ നടത്തി പോകാൻ സാധിക്കും. കാരണം നിങ്ങളതിൽ ട്രെയിൻഡ് ആകുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള വളരെ വിശാലമായ ചിന്താഗതി എപ്പോഴും 2 കൂട്ടറിലും ഉണ്ടാക്കണം. ഇതിന് നല്ല ഒരു വെൽ പ്ലാനിങ് ആയതിനു ശേഷം മാത്രമായിരിക്കണം നിങ്ങൾ വിവാഹബന്ധത്തിൽ ഏർപ്പെടേണ്ടത്. ഇല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആകും. മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ പലരും ജീവൻ തന്നെ ഹോമിക്കപ്പെടും. ചിലപ്പോൾ കുറേക്കാർ അവസാനിക്ക് ജീവിതം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ കടുങ്കൈ ചെയ്ത് ജീവിതത്തെ അവസാനിപ്പിക്കണം. ആ ഒരു സ്റ്റേജ് ഒരിക്കലും ഉണ്ടാകരുത്. നമുക്കറിയാം, ഒരുപാട് ബുദ്ധിമുട്ടുകളാണ്. പിന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഇയാൾ മദ്യപിക്കുന്ന ആളായിരിക്കാം. മദ്യപം മാന്യമായ രീതിയിൽ മദ്യപിക്കുന്നൊരു പ്രോബ്ലവുമില്ല, ക്ഷീണമായിരിക്കാം. എന്നാൽ മദ്യപിക്കുന്ന എല്ലാ വ്യക്തികളും അലപലാദികളെന്ന് മുദ്ര കുത്തരുത്. എന്നാൽ കൂടുതലും അലപലാദികളാണ്. എന്നാൽ മാന്യമായ രീതിയിൽ ഒരു ലിമിറ്റായിട്ട് കഴിയുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷെ അതിന് വരുമാനം ഉണ്ടായിരിക്കണം. ആ വരുമാനം കിട്ടുന്ന ശമ്പളത്തിൻ്റെ അന്ന് അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്ത് തന്നെ നമ്മൾ എങ്ങനെ നമ്മുടെ ജീവിതത്തെ പ്ലാൻ ചെയ്യുന്നോ അതായിരിക്കും നാളേക്ക് നമ്മുടെ
ഫാമിലിയുടെ കെട്ടുറപ്പിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. കുഞ്ഞുങ്ങളുണ്ടാകും, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം എപ്പോഴും തന്തയും തള്ളയും ഏത് രീതിയിലാണോ ജീവിക്കുന്നത്, ഏത് രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈലിന് അഡാപ്റ്റ് അത് തന്നെയായിരിക്കും കുഞ്ഞുങ്ങളും നാളെ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊരു മാർഗദർശനം കൊടുക്കുന്നവരായിരിക്കണം. എന്തു തന്നെയാലും ആവശ്യത്തിന് മാത്രം, അനാവശ്യത്തിന് ഒരിക്കലും ചിലവുകൾ വർദ്ധിപ്പിച്ച് ഉള്ളത് ഇല്ലാതാക്കരുത്. ഈ സേവിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ദിവസവും അധികമായി വരുന്ന ചിലവുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഒപ്പം ഒരു ചിലർക്ക് അവരുടെ മാതാപിതാക്കളെ ടേക്ക് കെയർ ചെയ്യേണ്ട സാഹചര്യം പോലും ഉണ്ട്. അപ്പോൾ കുറച്ച് ബേർഡൻസ് ഉണ്ട്, അത് നോക്കി തന്നെയാകണം. അത് നമ്മുടെ പാർട്ട് ഓഫ് ലൈഫാണ്. സോ ദയവ് ചെയ്ത് വിവാഹത്തിന് മുൻപേ വിവാഹം കഴിക്കുന്നവരിൽ മാക്സിമം നിങ്ങൾ എത്ര ലവ് മാരേജ് ആയിരുന്നു എന്തായിരുന്നാലും നിങ്ങൾക്കൊരു വീക്ഷണം ഉണ്ടായിരിക്കണം. നിങ്ങൾ ഇങ്ങനെ ആയിരിക്കണം, എല്ലാം പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രമേ ഒരു വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാവൂ. അത് ജാതിയോ മതമോ കൾച്ചറോ ഒന്നുമല്ല. നിങ്ങളുടെ ഒരുമയാണ് നിങ്ങളുടെ സക്സസ് എന്ന് പറയുന്നത്. അതിന് മറ്റാരും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കരുത്. നിങ്ങളുടെ വേദനകളും സന്തോഷങ്ങളും നിങ്ങൾ മാത്രം തന്നെയാണ് പരസ്പരം പങ്കുവയ്ക്കേണ്ടത്. അതിൽ മറ്റാരും കടന്നു വരില്ല. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകും. സോ വിവാഹ ജീവിതത്തിൽ ഏർപ്പെടുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാനമായി ശ്രദ്ധിക്കേണ്ട രണ്ടുപേർക്കും ജോലി ഉണ്ടെങ്കിൽ തന്നെ രണ്ടുപേരുടെയും ശമ്പളം എടുത്ത് ലാവിഷാകാതിരിക്കുക. ഒരാളുടെ ശമ്പളത്തിൽ തന്നെ ജീവിത ചെലവുകൾ നിർവഹിക്കാൻ ശ്രമിക്കുക, ഒരാളുടെ സേവ് ചെയ്യാൻ ശ്രമിക്കുക. ഒരാൾക്ക് ജോലി ഇല്ലെങ്കിൽ, പ്രത്യേകിച്ചും വൈഫിനാണ് ജോലി ഉണ്ട്, ഭർത്താവിന് ജോലി നഷ്ടപ്പെടുക, അവിടെ ഈഗോയിസം തുടങ്ങരുത്. ഭാര്യയെ മാക്സിമം സഹായിക്കുക. ഒരുപക്ഷെ അവർ യാത്രയിൽ വൈകി വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് വൈകും, അതിന് മറ്റൊന്നും ഒരു കളറ് കൊടുക്കരുത്. അത് വൈകുന്ന എന്തെങ്കിലും കാരണങ്ങൾ കണ്ടേക്കാം. പക്ഷെ അതിന് നമ്മുടെ ഒരു ഈഗോയിസം വെച്ച് എന്തെങ്കിലും കാരണം കണ്ടുപിടിക്കാൻ ശ്രമിക്കരുത്. നമ്മൾ മലയാളീസാണ്, വിവരമുള്ളവരാണ്, വിദ്യാഭ്യാസമുള്ളവരാണ്. കഴിയുന്നതും ജീവിതം നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് മുമ്പോട്ട് പോവുക. സേവ് ചെയ്യാൻ വിചാരിക്കുക. ഒരുപക്ഷെ ഒരാൾക്ക് ജോലി നഷ്ടപ്പെട്ടാലും മറ്റൊരാളുടെ ശമ്പളത്തിൽ ആ എക്സ്പെൻസ് മാനേജ് ചെയ്യാൻ നിങ്ങൾ മുൻകൂട്ടി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ആർക്കും തളർത്താൻ പറ്റില്ല. കടമില്ലാതെ ജീവിക്കാം. മിക്കവാറും എപ്പോഴും ജോലിയില്ലാത്ത ഒരാളുടെ നമുക്ക് എന്തെങ്കിലും വരുമാനം കണ്ടെത്താനുള്ളൊരു സമാധാനവും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നത്, വിവാഹം കഴിക്കുന്നതിന് മുമ്പ് കഴിക്കുന്നവർ പരസ്പരം മീറ്റ് ചെയ്ത് ഒരു വെൽ പ്ലാൻ ആയിരിക്കണം. പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും. അതിന് ഡീവിയേഷൻ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യനും ബുദ്ധിമുട്ടത്തില്ല. അവരുടെ ഫാമിലി ലൈഫ് വളരെ സക്സസ്ഫുൾ ആയിരിക്കണം. ഇനി വിവാഹം കഴിക്കാത്തവർ ഇത് ശ്രദ്ധിക്കുക. വിവാഹം കഴിക്കുന്നതിന് മുമ്പേ ഇങ്ങനെയുള്ള പ്ലാനിങ് ചെയ്തിട്ട് ആയിരിക്കണം നിങ്ങളുടെ വിവാഹ ജീവിതത്തിലേക്ക് കടക്കേണ്ടത്. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു.